ഇടുക്കിയിൽ ശക്തമായ മഴയിൽ റോഡ് തകർന്ന ഗതാഗതം തടസ്സപ്പെട്ടു. സേനാപതി, രാജകുമാരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴക്കോഴിച്ചാൽ ആവണക്കുംചാൽ പാലം റോഡാണ് തകർന്നത്. കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് റോഡ് ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത്. റോഡിനോട് ചേർന്നുള്ള 2 വീടുകളും അപകടാവസ്ഥയിലാണ്. കഴിഞ്ഞ രാത്രിയാണ് സേനാപതി, രാജകുമാരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തകർന്നത്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡിടിഞ്ഞ് പന്നിയാർപ്പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഇതിലൂടെ കടന്നു പോകുവാൻ സാധിക്കുന്നത്. 45ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പാതയാണിത്. റോഡിടിഞ്ഞതോടെ സ്കൂൾ ബസ്സുകളോ ആശുപത്രി ആവശ്യങ്ങൾക്കോ വാഹനം എത്താത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞതാണ്. വാഹനങ്ങളൊന്നും പോകാൻ മേലാത്ത രീതിയിൽ ഗതാഗത യോഗ്യമല്ലാതെ ആയിരിക്കുക വഴി. സ്കൂൾ ബസ്സിനൊക്കെ ആണെങ്കിലും പോകാൻ പറ്റത്തില്ല. ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. 2 വീടിനും ഭീഷണിയാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ. ഓരോ ദിവസത്തെ മഴയിൽ ഒന്നൊന്നായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പാലം വരെ നടന്നു പോയിട്ട് ബസ്സിന് കയറി പോകേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പം. ഇപ്പോൾ ഒരു ആശുപത്രി പോണേ പോലും വാഹനമില്ലാത്ത അവസ്ഥയാണ്. റോഡിടിഞ്ഞതോടെ സമീപവാസികളായ സിബി ഇഞ്ചപ്ലാക്കൽ, ബിജു കൊച്ചുവീട്ടിൽ എന്നിവരുടെ വീടും അപകടാവസ്ഥയിലാണ്. സേനാപതി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിവിടം. ഗതാഗതം തടസ്സപ്പെട്ടതറിഞ്ഞെത്തിയ പഞ്ചായത്ത് മെമ്പർ പുനർനിർമ്മിക്കാൻ ഫണ്ടില്ലെന്ന് പറഞ്ഞതായും പ്രദേശവാസികൾ പറയുന്നു. റോഡ് പോയതോടെ അപ്പുറത്തേക്ക് ഒരു 10-50 വീട്ടുകാരുണ്ട്. വേറെ വഴിയില്ല. അതിനെ കറങ്ങിപ്പോണ്ട അവസ്ഥയാണ് സേനാപതി എന്നിട്ട്. പിന്നെ ഇതിലെ എല്ലാ സ്കൂൾ ബസ്സും എല്ലാ സ്കൂളിൻ്റെയും 5-10 സ്കൂളിൻ്റെ വണ്ടി ഓടുന്ന സ്കൂൾ ബസ്സുകൾ ആശ്രയിക്കുന്നതാണ്. പഞ്ചായത്ത് അധികാരികൾ വന്നായിരുന്നു. അവർ വന്നു കഴിഞ്ഞിട്ടും കണ്ടു ഉടനെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരു നടപടി ഇല്ല. നിലവിൽ ഫണ്ടില്ല, ഫണ്ട് വകമാറ്റാൻ പറ്റില്ല എന്നാണ് പഞ്ചായത്ത് മെമ്പർ വന്ന് രാവിലെ പറഞ്ഞു പോയത്. 2018 പ്രളയത്തിലും ഇവിടെ റോഡിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അന്ന് പ്രദേശവാസികളുടെ സഹകരണത്തോടെയായിരുന്നു റോഡ് പുനർനിർമ്മിച്ചത്. യാത്രാമാർഗം തടസ്സപ്പെട്ടതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് 45ഓളം കുടുംബങ്ങൾ. എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.